ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മ ഇന്ന് യൂബറോടെ ഇറങ്ങിയേക്കണ ഒരു 10:10 ഇപ്പൊ. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോ 19 തീയതിയാണ്. കണ്ണമാലി പള്ളിയിലൊക്കെ പെരുന്നാളാണ് അവിടെ. അപ്പൊ പള്ളിയിലൊക്കെ പോകാനുകൊണ്ട് തന്നെ നേരത്തെ ഇറത്തും. അപ്പൊ ഞാൻ ഒരു 9 മണിയൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണ്. വണ്ടി ഒന്ന് വാട്ടർ സർവീസിനൊക്കെ കൊടുക്കാനുണ്ടായി. അപ്പൊ വാട്ടർ സർവീസിന് കൊടുത്ത് ഇപ്പൊ പള്ളൂരുത്തിയിലുണ്ട്. പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിൽ പറ്റുന്നുണ്ട്. അപ്പോ യൂബർ ഓണാക്കാൻ പോകുന്നേ ഉള്ളു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്ന് എത്ര രൂപക്ക് ഓടാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, CNG എത്ര രൂപക്ക് അടിക്കണം, പിന്നെ കുറച്ച് പേരുടെ അടുത്ത് പ്രൈവറ്റ് വണ്ടി ടാക്സി ആക്കി ഓടിക്കാൻ പറ്റുമോ, പ്രൈവറ്റ് വണ്ടി യൂബറിൽ ഓടിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാം നമുക്ക് മൊത്തത്തിൽ നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ നമ്മ യൂബറിന്റെ ആപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട്. സെൽഫി എടുക്കണം. ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. സെൽഫി എടുത്ത് നമ്മ തന്നെയാണെന്ന് കൺഫേം ചെയ്യണം അതില്. അപ്പോ സെൽഫി എടുത്ത് സ്കാൻ ചെയ്ത് നമ്മ തന്നെയാണോ ഓടുന്നതെന്നൊക്കെ അവർക്ക് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും. അതെ, പള്ളൂരുത്തിയിലാണ് അമ്മ ഉള്ളത്. അപ്പോ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ ട്രിപ്പിന് വേണ്ടിയിട്ട്. CNG നോക്കാനാണെങ്കിൽ ഇതുണ്ട്, കുറച്ചുണ്ട്, അത്യാവശ്യം ഉണ്ട്. അപ്പൊ അടിക്കേണ്ടതില്ല. ഇപ്പൊ നമുക്കിനി അത് തീരുമ്പോ അടിച്ചാൽ മതി. ഇപ്പൊ ഓൺലൈനിൽ തന്നെ വെയിറ്റ് ചെയ്യണാണ്. ജസ്റ്റ് ഓൺ ചെയ്തേ ഉള്ളു. നമുക്കിപ്പോ ഒരു പണി കിട്ടിയെന്ന് ഇതുണ്ട. ഇപ്പൊ തന്നെ ഒരു ബുക്കിംഗ് വന്നിട്ടുണ്ടായി. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് വണ്ടി ഓട്ടത്തില് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാന്നൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തേവരൊക്കെ ഒരു ട്രിപ്പ് അടിച്ചാർന്ന്. ഷോവായിട്ട് ഇങ്ങനെ നിക്കണേ. ഇനി വെയിറ്റ് ചെയ്യണം. ഇത് അടുത്തടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തു. അത് മറ്റേ ചെറിയ ട്രിപ്പായിരുന്നു. ഇപ്പൊ എടപ്പള്ളിക്ക് അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്തന്ന് തന്നെ. അപ്പൊ അത് പോയി പിക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അത് മിസ്സായി പോവും. നമുക്കിത് ആ ട്രിപ്പ് അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഇപ്പൊ ഇത് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അപ്പൊ അതെടുക്കാൻ വേണ്ടി പോണേ. അത് പാലാരി വട്ടത്തേക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. വന്ന് ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ കിട്ടി. പാലാരിവട്ടത്തെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തേ ഉള്ളു. 11:51. എപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അടിക്കൊണ്ട് നോക്കട്ടെ. നമ്മ മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെയാണ് ഇപ്പൊ വെയിറ്റ് ചെയ്യണത്. അങ്ങോട്ടായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. ഇപ്പൊ 12:20 ആയിട്ടുള്ളു. പിന്നെ വലിയ ലാഗില്ലാണ്ട് ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നു. വലിയ ലാഗില്ലാണ്ടാണ് നമ്മ ഓടിയത്. അപ്പൊ 3 ട്രിപ്പ് നമ്മ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പൊ അടുത്ത ട്രിപ്പിനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗില്ല. പ്രൈവറ്റ് കാർ നമുക്ക് യൂബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് കാർ, അതായത് 2016 തൊട്ടുള്ള പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ നമുക്ക് ടാക്സി ആക്കിയതിന് ശേഷം യൂബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മളുടെ ഒരു 2016 മോഡല്, അതിലും പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് പറ്റില്ല. 2016 തൊട്ട് മുകളിലേക്കുള്ള ഒരു പ്രൈവറ്റ് കാർ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് RT ഓഫീസ് വഴിയായിട്ട് അത് ചെയ്തിട്ട് ഒരു 30,000 രൂപ ചെലവ് തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. 30,000 20,000 അതെനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോ ഒരു 30,000 രൂപ ചെലവ് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സി പെർമിറ്റ് ആക്കി എടുക്കാം പ്രൈവറ്റ് കാർ. അപ്പൊ അതിനുശേഷം നമുക്ക് യൂബറിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് യൂബറിൽ അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത് അവര്. 2016 പഴയ മോഡലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോ പ്രൈവറ്റ് കാർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ടാക്സി പെർമിറ്റിലേക്ക് ടാക്സി ആക്കിയതിന് ശേഷം നമ്മ ഈ പറഞ്ഞ അവര് ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൂടെ അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ലാഗ് ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചായിരുന്നു. റാൻഡം ആയിട്ട് അടിച്ച്. അത് കഴിഞ്ഞപ്പോ വേറൊരു ട്രിപ്പ് അടിച്ച്. പെട്ടെന്ന് തന്നെ അടിച്ച്. പെട്ടെന്നല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടിച്ച്. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് ചാടിക്കയറി ഇങ്ങനെ എടുക്കാൻ വേണ്ടി വീഡിയോയും കൂടി എടുത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അത് മിസ്സായി.
എന്നിട്ട് അവസാനം സംതിങ് റോങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പോയി. ഇതായി വീഡിയോ എടുക്കുന്നതിന്റെ പ്രശ്നം. ഇന്നിപ്പോ ഇങ്ങനെ എടുക്കണതില് രണ്ടാമത്തെ ട്രിപ്പ്. അപ്പൊ ഞാൻ ഇത് കാണിക്കാലെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പൊ മിസ്സാവണത്. മറ്റേത് പിന്നെ മിസ്സായപ്പോഴത്തേക്കും എടപ്പള്ളിയിലേക്ക് കുറച്ചും കൂടി നല്ല ട്രിപ്പ് കിട്ടി, വലിയ ട്രിപ്പ്. അപ്പോ ഇപ്പോഴും ഒരെണ്ണം മിസ്സായി. ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് അടിക്കുമായിരിക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണതാണ് ഏറ്റവും വലിയ പ്രശ്നം. പോരാത്തതിന് നല്ല വെയിലാണ്. നോക്കി, നല്ല കത്തിപ്പോണ വെയിലാണ്. കാറിന്റെ അകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കത്തിപ്പോയി. അത് ഓണാക്കിയിട്ട് AC ഒക്കെ ഇട്ടുണ്ടായിരിക്കണത് കുറച്ചു നേരം. പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ഓർത്തിട്ട് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വലിയ ലാഗില്ലാണ്ട് ഇവിടെ നിന്ന് തന്നെ അടിച്ചത്. അപ്പോ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാള്. അപ്പൊ ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ. പിന്നെ കുറച്ചു മുമ്പ് മിസ്സായ പോലെ ഇത് മിസ്സാവും. ഇവിടെ നിന്ന് തന്നെ അടിച്ചത്, മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ നിന്ന് തന്നെ. വെയിറ്റ് ചെയ്തപ്പോ തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചത് പോസ്റ്റ് ആയിരിക്കുമെന്ന്. ഭാഗ്യമുണ്ട്, കിട്ടി. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ഞാൻ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. തിരുവാങ്കുളമൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടുള്ളിലേക്ക് മാറി കഴിയുമ്പോഴുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതില് 335 319 രൂപ കിട്ടിയത്. പിന്നെ ടോട്ടലി 1029 രൂപ. നല്ല ബ്ലോക്കാർന്ന് യൂബറിലില്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് വൈറ്റിലേക്ക് മെഡിക്കൽ ടെസ്റ്റിന്റെ അവിടെ നിന്ന് എടുത്തിട്ട് നല്ല ബ്ലോക്കാർന്ന്. ബ്ലോക്കായിട്ട് ഒരു 16 കിലോമീറ്റർ ആയി നമ്മ ഓടിയത്. അതില് 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത്. എന്നിട്ട് അതിന് നമുക്ക് ബ്ലോക്ക് ആയതിന്റെ ഒരു ചാർജും ഇല്ല. എന്ത് പറയാനാ, ആരോട് പറയാൻ. എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നല്ല. കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് നോക്കാന്ന് ഓർത്താ. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി നോക്കാന്ന് ഓർത്താ. മുമ്പ് ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് കിട്ടൂലെന്ന് ഓർത്ത് നമ്മുടെ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് തിരുവാങ്കുളം അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കിട്ടിയത്. അടുത്ത കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ അങ്ങോട്ട് ഓടിച്ച് അങ്ങോട്ട് തന്നെ ഇപ്പൊ തിരിച്ചൊരു 3 കിലോമീറ്റർ ഓടിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ഇത് എത്താറായിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതും കൂടി എന്തായാലും ക്ലോസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നോക്കാന്ന് ഓർത്താം. അവിടെ നിന്ന് കിട്ടിയ ട്രിപ്പ് തൃപ്പൂണിത്തറയിലേക്കായിരുന്നു. അതിലൊരു 175 രൂപ കിട്ടിയത്. ടോട്ടലി 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1205 രൂപ. ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തൃപ്പൂണിത്തറക്കാർന്ന് ട്രിപ്പ് കിട്ടിയത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വെയിറ്റിംഗിലാണ്. ഇനിയിപ്പൊ എന്തായാലും ലാഗായിരിക്കും ഈ ഒരു ടൈമൊക്കെ. ഈ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് 5 മണിയൊക്കെ ആയി കഴിയുമ്പോഴേ കുറച്ച് ട്രിപ്പ് അടിക്കാൻ തുടങ്ങുള്ളൂ. എനിക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും നേരത്തെ നിർത്തുകയും ചെയ്യും. നോക്കാം, എന്തായാലും 1-2 ട്രിപ്പും കൂടി എടുക്കാൻ പറ്റുമോ. വെയിറ്റിംഗിലാ. 613 രൂപ അടിച്ച് 6.82 കിലോ. 6 കിലോനെ 7 കിലോ മറ്റേ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ വെയിലായതുകൊണ്ട് പതിയെ ഓടിച്ചോടിച്ച് ഇങ്ങോട്ട് പതിയെ പോകുന്നു. അതിനിടയ്ക്ക് ഒരു 620 രൂപ CNG ഒക്കെ അടിച്ച് CNG പറയാണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നു. ഇപ്പതേ ഫോറം മാളിന്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ബുക്കിംഗ് കിട്ടി. എന്തായാലും അത് പിക്ക് ചെയ്യട്ടെ. അത് കാക്കനാടേക്ക് ആയിരുന്നു. അതിൽ 246 രൂപ കിട്ടി. ടോട്ടലി 1650 രൂപ ആയിട്ടുണ്ട്. സമയം ഒരു 5 മണിയാവാറായിട്ടുണ്ട്. ഒരു ടാസ്കുകളെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതാ അവസ്ഥ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അറിയില്ല. ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഇവിടെ സൺറൈസ് ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങോട്ട് മാറ്റി അതിന്റെ സൈഡിലൊരു പമ്പി കയറ്റിയിട്ടേക്കണേ. എല്ലായിടത്തും ഭയങ്കര വെയിലായോണ്ടിട്ടേ ചൂടെടുക്കണേ. ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാറിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഇനി കൊച്ചി ഭാഗത്തേക്ക് ഒരു വട്ടം കിട്ടുമ്പോ നിർത്താന്ന് ഓർത്തൊക്കെ ഇങ്ങനെ നിക്കണാണ്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. നല്ല പോസ്റ്റ് ആയിട്ടിരിക്കണായിരുന്നു. ഇപ്പം കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറക്ക് അടിച്ചേക്കണം വടക്കേക്കോട്ട. അത് വിൽക്കാൻ വേണ്ടി പോണേ. മിക്കവാറും ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും എന്റേത്. അങ്ങനെ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും 1668 രൂപ ചെറിയ ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായി അതില്. അപ്പൊ ഞാൻ നേരത്തെ കറങ്ങി ഇവിടെ ഉണ്ടായതാ. ഞാൻ ഇവിടെ നിന്ന് പിന്നെയും കറങ്ങി തിരിഞ്ഞിപ്പോ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പതിയെ വീട്ടിലേക്ക് ഓടിക്കാനുള്ള പരിപാടിയാണ്. ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് ഹോം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഈ സമയം ഇപ്പൊ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടും. എന്നാലും പക്ഷെ എനിക്ക് അവിടെ ഒരു ഔസ്യപിതാവിന്റെ പള്ളിയിൽ പെരുന്നാൾ. അപ്പൊ അവിടെ പോയി സദ്യയൊക്കെ കഴിക്കണം. പള്ളിയിലൊക്കെ പോകാനുള്ളതുകൊണ്ടിട്ട് നേരത്തെ നിർത്താനുള്ള പരിപാടിയാണ്. സമയം ഒരു 6 മണിയായിട്ടുള്ളു. ഒരു 9 മണി വരെ ഓട്ടനെ ഓടാ. അപ്പൊ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇനിയിപ്പൊ ആ ഭാഗത്തേക്ക് കിട്ടിയ രക്ഷപ്പെട്ട് അതും കൂടി എടുത്തിട്ട് പോകും. ഇല്ലെങ്കിൽ പതിയെ ഓടിച്ചങ്ങോട്ട് പോവാന്ന് ഓർത്തേക്കണേ. നോക്കാം എന്തായാലും.
അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ ഒരു 10-12 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോ ഇവിടം വരെ ഓടിച്ചിട്ട് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഓരോ ദിവസം പല പല രീതിയിലായിരിക്കും. ഞാൻ ഇന്നൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. 9:30 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ വാട്ടർ സർവീസ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 1670 രൂപ മറ്റേ ഏൺ ചെയ്തിട്ടുള്ളു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 6 മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് പോന്നാൽ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഏൺ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഓട്ടോ ഉണ്ടാവുന്ന ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ചില ദിവസം കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു ട്രിപ്പാ 2 ട്രിപ്പാ കിട്ടിയാൽ തന്നെ ഒറ്റയടിക്ക് ഒരു 2000 രൂപ 1500 രൂപയൊക്കെ കിട്ടാവുന്നേ ഉള്ളു. ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാണ് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓട്ടോ ഉണ്ടാവുമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളാണ് ഈ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.